ഹലോ. അപ്പോൾ ദേ എല്ലാ തവണയും പോലെ ഈ ന്യൂ ഇയറിന് ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴാണ് നമ്മുടെ ഗ്യാങ്ങിലെ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്ന ഒരു ടൈം കിട്ടുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഈ ഒരു ഡേറ്റ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഒട്ടുമിക്ക ആൾക്കാരും കലണ്ടറിൽ കുറിച്ചിട്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയേണ്ടതായിട്ട് വരും. പക്ഷേ എക്സ്പെക്ട് ചെയ്ത കണക്ക് എല്ലാവർക്കും നേരത്തെ കാലത്തൊന്നും ഒത്തുകൂടാനായിട്ട് പറ്റിയില്ല. എല്ലാവരും വന്നെത്തിയപ്പോഴേക്കും ഈവനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ശടപടേന്നാക്കണം പറഞ്ഞുകൊണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടീസ് അങ്ങ് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങി. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ പിന്നിടയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും വീഡിയോ അതിനകത്ത് ആഡ് ചെയ്യണം എന്ന് മാത്രമേ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായുള്ളൂ. ആ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും വീഡിയോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പണിയെടുക്കാത്ത മടിയന്മാർ പോലും അന്നത്തെ ആ നൈറ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. എല്ലാവരും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് പണി കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ കത്തിക്കാണ്ട് എന്ത് ക്രിസ്മസ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ന്യൂ ഇയർ എന്നും പറഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരാൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും പാപ്പാഞ്ഞി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നാടുകളിലും ഒരുമാതിരിപ്പെട്ട കൂറ്റൻ പാപ്പാഞ്ഞികളെയാണ് ആൾക്കാരുണ്ടാക്കിയത്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കി പറക്കി വന്നപ്പോഴേക്കും ഞങ്ങളുടെ പാപ്പാഞ്ഞി ഒരുമാതിരി പൂക്കി പാപ്പാഞ്ഞി പോലെ ആയിപ്പോയി. കാരണം ആ സമയത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് വലുതായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പാഞ്ഞീനെ കുരിശി തളച്ച അവസ്ഥയിലായിരുന്നു പിന്നീട് ഞങ്ങളങ്ങ് കണ്ടത്. എന്തൊക്കെയാണെങ്കിലും ഒരു നീണ്ട കഷ്ടപ്പാടിനൊടുവിൽ ഒരു കുഞ്ഞു പാപ്പാഞ്ഞീനെയാണെങ്കിലും ഞങ്ങളത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 12 മണിയാകുമ്പോഴേക്കും കത്തിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം ആ സമയമാകുമ്പോഴേക്കും എല്ലാത്തിൻ്റെ ബോധം പോവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനൊക്കെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പ് കാര്യങ്ങളൊന്നുമേ ഉണ്ടായില്ല. പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മെയിൻ ഐറ്റംസൊക്കെ അങ്ങ് പൊട്ടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലേറ്റ് ആയിട്ടാണ് എത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസായ കപ്പയും ചിക്കനും മാത്രമാണ് ഞങ്ങൾ ഈ തവണത്തെ ഉയർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തുപിടിച്ചപ്പോഴേക്കും എല്ലാം പെട്ടെന്ന് ശടപടേന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ഏകദേശം 9:30 ആയപ്പോഴേക്കും കപ്പയും ചിക്കനൊക്കെ സെറ്റായപ്പോഴേക്കും എല്ലാവരും തീറ്റ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചത് ഇതൊക്കെ 12 മണി വരെ ഇങ്ങനെ തന്നെ നിൽക്കോ ഇല്ലയോ അതോ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങോ ഇല്ലയോ എന്നൊരു ഡൗട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാവരും സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് ഡാൻസായി, പാട്ടായി, പിന്നെ എന്തൊക്കെയൊക്കെയോ ആയി. എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ മറിയമ്മ ചേട്ടത്തിയാണെങ്കിൽ ആ ഒരു വൈബിലേക്ക് അങ്ങ് ഓണായി വരുന്നതേ ഉണ്ടായുള്ളൂ. എല്ലാവരും ഒത്തുകൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അങ്ങോട്ട് സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഏകദേശം 12 മണി വരെ എല്ലാവരും സഹിച്ച് പിടിച്ചിട്ടൊക്കെ അങ്ങ് നിന്നു. അങ്ങനെ കറക്റ്റ് 12 മണി ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ മേടിച്ച പടക്കം മാത്രം അങ്ങ് ശരിക്കും അങ്ങ് പൊട്ടിയില്ലായിരുന്നു. എന്നാലും സാരമില്ല, പാപ്പാഞ്ഞീനെ കത്തിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഒറ്റ ആന്തലിൽ പാപ്പാഞ്ഞിയും കത്തിപ്പോയി. അങ്ങനെ ഈ ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനറിയാം എന്താവും എന്നുള്ള കാര്യമൊക്കെ. ഞങ്ങളുടെ പടക്കം ചീറ്റിപ്പോയാലും തൊട്ടപ്പുറമുള്ള ആൾക്കാർ നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചത്. സോ അവരുടെ വീഡിയോയും കൂടി ഞാൻ കട എടുക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.